കോഴിക്കോട് കോരപ്പുഴ അഴിമുഖത്തിൽ ഡ്രഡ്ജിങ്ങിന്റെ മറവിൽ വലിയ വൻതോതിലുള്ള മണൽക്കൊള്ളയും പ്രകൃതി ചൂഷണവും നടക്കുന്നതായി പരാതി. പുഴയ്ക്ക് പുറമെ തീരത്തുള്ള മണലും ഖനനം ചെയ്തു കൊണ്ടുപോകുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം. പുഴയിൽ നിന്നെടുക്കുന്ന ചെളി തീരത്ത് തന്നെ കുഴിയെടുത്ത് നിക്ഷേപിക്കുന്നതായും കണ്ടെത്തി. ഒരു നിയന്ത്രണവുമില്ലാതെ നടക്കുന്ന ഖനനം തടയാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇവരിവിടുന്ന് പൂഴിയെടുത്ത് കൊണ്ടുപോവുകയാണ്. കംപ്ലീറ്റ് പൂഴിയെടുത്ത് ഇപ്പോൾ അങ്ങോട്ടും കയറി ഈ കര കംപ്ലീറ്റ് അവർ കൊണ്ടുപോകും. ഞങ്ങൾ ആവശ്യപ്പെട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് എടുക്കാനാണ് പറയുന്നത്. ഇതിവിടുന്ന് എടുക്കുന്നത് അങ്ങനെയല്ല, ഇതിവിടുന്ന് ഒറ്റ കരയിൽ നിന്നല്ല എടുക്കുക. ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഇനി വരുന്ന തലമുറക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇവിടുന്ന് എടുത്ത് കൂടാണ്ട് ഞങ്ങൾ ഭൂമിയിൽ തന്നെയുള്ള മണലൊക്കെ ഒരു കോരി കൊണ്ടുപോകുക, എന്നിട്ട് ചളി അതിലിട്ട് നികത്തുക. ഒന്നീ ഡ്രഡ്ജിങ് പ്രവൃത്തി നടത്തുന്നത് രാത്രി സമയത്ത് നടത്തില്ല എന്ന് മന്ത്രി നമുക്ക് ഉറപ്പ് തന്നിരുന്നു. ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ വർക്ക് നടത്തൂ എന്നായിരുന്നു രണ്ടാമത്തെ ഉറപ്പ്. ഈ മൗത്തിൽ നിന്ന് 20 മീറ്റർ വിട്ടിട്ട് ജനങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അതിർത്തി നിർണ്ണയിച്ചുകൊണ്ടായിരിക്കും ഡ്രഡ്ജിങ് നടത്തുക എന്നുള്ളൊരു ഉറപ്പ് കൂടി നൽകിയിരുന്നു. ഒരു തെങ്ങിന് ഉയരം താഴോട്ട് കുഴിച്ചിട്ട് അവിടെയുള്ള നല്ല മണൽ കംപ്ലീറ്റ് ഊറ്റിയെടുക്കുക. പോയിന്റ് നടുഭാഗത്ത് ചളി ഒന്നായിട്ട് കുന്നുകൂടി കിടക്കണം. അതിൻ്റെ അകത്തേക്ക് ഇവരാരും ഇതുവരെ എത്തിയിട്ടില്ല. ഇവർ ചെയ്യുന്നത് കരഭാഗത്ത് നിന്നിട്ട് മണൽ ഊറ്റിയെടുക്കുക, അത് ഫിൽട്ടർ ചെയ്യുക, ഇവിടെ തന്നെ കൊണ്ടുവെക്കുക, ആ വേസ്റ്റ് കംപ്ലീറ്റ് ഇവിടെ തന്നെ നിറയ്ക്കുക. ഇവിടെ കളിക്കാനോ അല്ലാതെയും വരുന്നതാണ്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ മണലെടുക്കാൻ തുടങ്ങിയ ശേഷവും ഞങ്ങൾ ഈ ഭാഗത്ത് വരരുന്നുള്ള ബോർഡാണ് വെച്ച് ഞങ്ങളെ ജീവിതം ഇവിടെ തന്നെയാണ്. ഞങ്ങൾ ഇത്തളം കൊണ്ടിട്ടും മീൻപണി എടുത്തിട്ടു കടലിൽ പോയിട്ടൊക്കെ ജീവിക്കുന്ന ആണുങ്ങൾ കടലിൽ പോയിട്ടു ഞങ്ങൾ ഇത്തളം എടുത്തിട്ടു പിന്നെ മീൻപണി എടുത്തിട്ടൊക്കെ ജീവിക്കുന്നത് അതൊക്കെ ഇല്ലാണ്ടാക്കി. ഒരു കയ്യും കണക്കും ഇല്ലാത്ത രൂപത്തിലാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ഭീതിയും ആശങ്കയും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വടിയടിച്ച് താത്തി വയ്ക്കാൻ കാണാം എത്രത്തോളം ഈ കരഭൂമി ഒരു മാന്തിയിട്ടുണ്ട്. ഈ വേസ്റ്റ് ഇവിടെ തന്നെ നിക്ഷേപിക്കും. ഇത് കൊണ്ടുപോകാനുള്ള ഒരു ലോഡ് പോലും ഈ സാധനം ഇവിടെ പുറത്ത് പോയില്ല. കാരണം ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കുന്ന ആളുകളാണ്. അനധികൃത ഖനനമാണ് സ്ഥലത്ത് നടക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇതിൽ യാതൊരു നിയന്ത്രണവുമില്ല, പറഞ്ഞ വാക്കുകൾ പാലിച്ചില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നതും പ്രതിരോധിക്കുന്നതും. മുഹമ്മദ് ഷഹീദ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഹീദ്, ഗുഡ് മോർണിംഗ്. ഇതേത് തരത്തിലാണ് ഇവിടെ ഖനനം നടക്കുന്നത്? ഇത് അനധികൃതമാണ് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അതെന്തൊക്കെയാണ്? ഇവിടെ നിന്നും എന്ത് തരത്തിൽ ഖനനം നടത്തുമെന്നാണ് സർക്കാർ ഉറപ്പ് കൊടുത്തിരുന്നത്? കോരപ്പുഴ അഴിമുഖത്താണ് ഇപ്പോൾ അവിടെ വലിയ തോതിലുള്ള മണൽക്കൊള്ള നടക്കുന്നതായി നാട്ടുകാർ, മത്സ്യത്തൊഴിലാളികളും പ്രദേശത്തുകാരും ഒക്കെ ആരോപിക്കുന്നത്. നമ്മളവിടെ ചെന്നപ്പോൾ നമുക്കും അത് ഏറെക്കുറെ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ. അതായത് ഈ കോരപ്പുഴ അഴിമുഖത്ത് വലിയ തോതിൽ ചളി അടിഞ്ഞുകൂടിയിരുന്നു. അവിടെ മത്സ്യത്തൊഴിലാളികൾക്കും നാട്ടുകാർക്കുമൊക്കെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ചളിയുണ്ട്. അത് ചളി ഒഴിവാക്കണം, അതിന് ഡ്രഡ്ജിങ് നടത്തണമെന്ന് നാട്ടുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഒരു ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ഒരു വർഷം മുമ്പ് സ്ഥലം MLA കൂടിയായ മന്ത്രി AK ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും ഇറിഗേഷൻ വകുപ്പിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവിടെ ഡ്രഡ്ജിങ് നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുന്നത്. അതിനെ നാട്ടുകാർ അങ്ങനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ഡ്രഡ്ജിങ്ങിന് വേണ്ടി ഒരു കരാറുകാരനെ ഏൽപ്പിക്കുകയും ആ കരാർ കമ്പനി ഡ്രഡ്ജിങ് തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഈ ചെളി നീക്കത്ത് തുടങ്ങിയപ്പോൾ തന്നെ നാട്ടുകാർ ചില പരാതികളും സംശയങ്ങളും ആക്ഷേപങ്ങളും ഉയർത്തിയിരുന്നു. അതായത് അതിൻ്റെ മറവിൽ അവിടെ വലിയ തോതിൽ മണൽക്കൊള്ളൊക്കെയാണോ അവസരം ഒരുങ്ങുന്നത് എന്നൊരു ആക്ഷേപം നാട്ടുകാർ ഉയർത്തി. അങ്ങനെയാണ് നാട്ടുകാരുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി വാർഡ് കൗൺസിലർമാരുടെയൊക്കെ പങ്കാളിത്തത്തോടുകൂടി മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ രൂപീകരിച്ചു. രാത്രികാലത്ത് ഡ്രഡ്ജിങ് നടത്തുകയില്ല. ഈ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ അവരുടെ നിരീക്ഷണത്തിലായിരിക്കും ഈ പ്രവൃത്തി നടക്കുക. ഒപ്പം തന്നെ കരയുമായി 20 മീറ്റർ അകലത്തിലായിരിക്കും ഈ ഡ്രഡ്ജിങ് നടത്തുക. അതായത് ഈ ചളി അടിഞ്ഞുകൂടിയ സ്ഥലത്ത് മാത്രമേ ഡ്രഡ്ജിങ് നടത്തുകയുള്ളൂ എന്ന ഉറപ്പുകളൊക്കെ ആ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിൽ എടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു വർഷത്തോളമായി ഇപ്പോൾ പല ഘട്ടങ്ങളിലായി ഡ്രഡ്ജിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 4ാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോഴാണ് നാട്ടുകാർ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളും സംശയങ്ങളും ശരിവെക്കുന്ന രീതിയിൽ വലിയ തോതിലുള്ള മണൽക്കൊള്ള അവിടെ നടക്കുന്നുവെന്ന് ഇപ്പോൾ നാട്ടുകാർ പരാതിപ്പെടുന്നു. അതായത് ഈ ചെളി നീക്കം ചെയ്യുക, ആ പുഴയിൽ നിന്നും അടിഞ്ഞുകൂടിയ ചെളി എടുക്കുക, അത് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക, അതായത് പുഴയിൽ നിന്നും ചെളി നീക്കം ചെയ്ത് അതിനെ ആഴം കൂട്ടുക എന്നുള്ളതാണ് ആ പ്രവൃത്തിയുടെ ലക്ഷ്യം. പക്ഷേ അതിൻ്റെ മറവിൽ ആ പുഴയിൽ നിന്നും തന്നെയുള്ള മണൽ, നല്ല മണലുള്ള വലിയ ഭാഗത്തു നിന്നും മണൽ മാറ്റുന്നു. ഒപ്പം തന്നെയാണ് അവിടെ ഒരു സാൻഡ് ബാങ്കാണ്, വലിയ തോതിലുള്ള കരഭൂമിയുണ്ട്. ആളുകൾ വലിയ ഉപജീവനത്തിനും മറ്റുമായൊക്കെ എത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലം. ആ സ്ഥലത്തുള്ള കരഭൂമിയിലുള്ള വലിയ തോതിലുള്ള മണലും ഈ രീതിയിൽ ഖനനം ചെയ്യുന്നു, അവിടെ നിന്നും കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. നമ്മളവിടെ ആ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ പോയപ്പോൾ നമുക്കത് കാണാൻ സാധിച്ചു. കരഭൂമി ഏകദേശം 2-3 മീറ്റർ ഉയരത്തിലുള്ള കരഭൂമിയുടെ വലിയൊരു പ്രദേശം, ഏകദേശം 1-1.5 കിലോമീറ്റർ പ്രദേശം, ആ പ്രദേശത്തുള്ള മുഴുവൻ മണലും അവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പുഴയിൽ നിന്നും എടുക്കുന്ന ചളി ഈ കരഭൂമിയിൽ മണൽ ഊറ്റാൻ വേണ്ടി മണൽ ഖനനം ചെയ്ത് വലിയ കുഴികളുണ്ടാക്കി ആ കുഴിയിൽ ആ ചളി നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് ആ ഒരു
വലിയൊരു പ്രദേശത്ത് ആ വലിയ തോതിൽ കുഴിയെടുത്ത് പുഴയിലെടുക്കുന്ന ചളി കൊണ്ടുപോകാതെ ആ കരഭൂമിയിൽ തന്നെ നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ്. അത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആ കരഭൂമി ഏതെങ്കിലും തരത്തിൽ വേലിയേറ്റമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മുഴുവനായി കടലെടുക്കുന്ന രീതിയിലേക്ക് പോകും എന്നുള്ളതാണ് നാട്ടുകാരുടെ വലിയ ആശങ്ക. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ നാട്ടുകാർ പറയുന്നത് യഥാർത്ഥത്തിൽ ചളി എടുക്കേണ്ട സ്ഥലത്ത്, കോരപ്പുഴയുടെ അഴിമുഖത്ത് മത്സ്യബന്ധനത്തിനൊക്കെ തടസ്സമാകുന്ന രീതിയിൽ ചളി അടിഞ്ഞുകൂടിയ യഥാർത്ഥത്തിലുള്ള സ്ഥലത്തും അവിടെ നിന്നും ചളി പൂർണ്ണമായി മാറ്റാൻ ഇവർക്ക് കഴിയുന്നുമില്ല എന്നുള്ളതാണ്. ചളി മാറ്റുന്നതിന് പകരം മണൽക്കൊള്ള നടത്തി കൊള്ളലാഭം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് ഈ കരാർ കമ്പനി പോകുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. നാട്ടുകാർ പലതവണ നമ്മുടെ സംവിധാനങ്ങളോട്, പ്രത്യേകിച്ചും മന്ത്രി ശശീന്ദ്രനോട് തന്നെ പരാതിപ്പെട്ടിട്ടുണ്ട് നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ ഫലമുണ്ടാകുന്നില്ല. ഈ കരാർ കമ്പനിക്ക് അനുകൂലമായ രീതിയിലുള്ള ഇടപെടലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആ പ്രവൃത്തി തടയാനുള്ള തീരുമാനത്തിലേക്ക് നാട്ടുകാർ പോവുകയാണ്. തടയുമെന്നാണ് നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അപ്പോഴും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അത് നേരിടാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ രോഷത്തിലും അമർഷത്തിലുമാണ് അവിടെ മത്സ്യത്തൊഴിലാളികളും പ്രദേശവാസികളും എല്ലാം ഉള്ളത്. നമ്മൾ പോയപ്പോൾ നമുക്ക് ഈ വലിയ തോതിൽ ആ കരഭൂമിയിലുള്ള വലിയ തോതിലുള്ള മണൽ അവിടെ നിന്നും ശേഖരിച്ചു കൊണ്ടുപോകുന്ന വളരെ സുന്ദരമായൊരു പ്രദേശമായിരുന്നു ആ സ്ഥലം. ഞാൻ തന്നെ മുൻപ് പലതവണ പോയിട്ടുണ്ട് അവിടെ. വലിയ തോതിൽ ആളുകൾ ഡ്രൈവിംഗ് ബീച്ചായി ഉപയോഗിച്ചു. ഇതിലൊരു ഇടപെടൽ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് കരുതാം. മാതൃഭൂമി ന്യൂസ് ഈ സംഭവം അധികൃതർക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. എന്താണിതിൽ നടപടി എന്നത് അവർ തന്നെ തീരുമാനിച്ച് കാര്യങ്ങൾ നടപടിയാക്കട്ടെ. മുഹമ്മദ് ഷഹീദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.